പ്രേസ് ടു ജീസസ്. കർത്താവിൽ പ്രിയരെ, ഈ കഷ്ടാനുഭവാഴ്ചയുടെ അവസാന നിമിഷത്തിൽ സകല ജനത്തിൻ്റെയും പ്രത്യാശയ്ക്കും വിശ്വാസത്തിനും വേണ്ടി 3.5 വർഷക്കാലം അത്യുന്നതനായ യഹോശുവ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. 12 പേരെ യാതൊരു വിദ്യാഭ്യാസമോ ക്വാളിറ്റിയോ ഒന്നുമില്ലാത്ത 12 മുക്കുവന്മാരെ വിളിച്ച് ദൈവരാജ്യത്തെയും ദൈവിക രഹസ്യങ്ങളെയും പറഞ്ഞു കൊടുത്തു. വേറെ 72 പേരെയും അതുപോലെ തന്നെ തൻ്റെ രാജ്യത്തിൻ്റെ വേലയ്ക്കായിട്ട് അയച്ചു. പോയി വന്നവരെല്ലാം ഒരു കുറവുകളുമില്ല എന്ന് പ്രഖ്യാപിച്ചു. ഏക ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത് സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാര ബലിയായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. കേവലം 33.5 വയസ്സ് വരെ ജീവിച്ച 3.5 വർഷക്കാലം തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ച് എന്നേക്കുമായി ഈ ഭൂമിയിൽ അവസാനിപ്പിച്ചു എന്ന് കരുതിയ റോമ പട്ടാളം അവരുടെ ഔരമത്യക്കാരൻ്റെ യൗസേപ്പിന്റെ കല്ലറയിൽ അടക്കം ചെയ്യുമ്പോൾ റോമ പട്ടാളം തൻ്റെ ആ കല്ലറ കല്ലുകൊണ്ട് അടച്ച് ഈയം കൊണ്ട് സീൽ ചെയ്തപ്പോൾ അവർ വിചാരിച്ചു യേശു ക്രിസ്തു എന്നേക്കുമായി ഈ നാമം ഇല്ലാതെയായി എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ഗെത്സമന തോട്ടത്തിൽ വെച്ച് തൻ്റെ അരിമനാഥനെ വെറും 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്ത ഇസ്കറിയാത്ത യൂദായിരുന്നു. പീലാത്തോസിന്റെ അരമനയുടെ മുറ്റത്ത് നാട്ടുവാതിൽ കൂടി പാളയത്തിന്റെ പുറത്തേക്ക് ക്രൂശുമായി റോമ പട്ടാളത്തിന്റെ ശപിക്കപ്പെട്ട ക്രൂശുമായി എടുത്ത് അത്യുന്നതനായ ദൈവം നടന്നു നീങ്ങുമ്പോൾ 3.5 വർഷക്കാലം നടത്തിയ പരസ്യ ശുശ്രൂഷയിൽ അനേക രോഗികൾ സൗഖ്യപ്പെട്ടു, അനേക ഭൂതബാധിതർക്ക് വിടുതൽ കൊടുത്തു, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു, 5 അപ്പം കൊണ്ട് 5000 പേരെ പരിപോഷിച്ചു. ഇവരെ ആരും കൂടെ ഉണ്ടായിരുന്നില്ല, കൂടെ ശിഷ്യന്മാർ പോലും കൂടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് സ്ത്രീകൾ മാത്രം തൻ്റെ പിതാവിനെ കാണിക്കുന്ന അങ്കലാപ്പ് കണ്ട്, പീഡനം കണ്ട് അങ്കലാപ്പ് കൊണ്ട് നിലവിളിക്കുന്ന കുറച്ച് സ്ത്രീകൾ മാത്രം. അവരോട് പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എനിക്ക് വേണ്ടി എന്നെ ചൊല്ലി കരയരുത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ എന്ന് കർത്താവ് ആ സമയത്തും പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ക്രൂശിൽ തൂങ്ങി 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിൽ തൂങ്ങി കിടക്കുമ്പോഴും തന്നെത്താൻ ക്രൂശിൽ കിടന്നവർ വരെ പരിഹസിക്കുന്നു. നീ ദൈവപുത്രനാണ് എങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിച്ച് ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു കള്ളൻ പറഞ്ഞു, നീ സ്വർഗരാജ്യത്തിൽ പ്രാകുമ്പോൾ എന്നെയും കൂടി ഓർക്കണമെന്ന് പറഞ്ഞ മറ്റൊരു കള്ളൻ അവിടെയും യേശുക്രിസ്തുവിന് ഏക ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ച മറ്റൊരു കള്ളൻ. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാം അവസാനിപ്പിച്ചു എന്ന് കരുതി ചിരിച്ചാർഭാടമായി നിന്ന പുരോഹിതന്മാരും റോമ പട്ടാളക്കാരും എന്നാൽ അതിനെല്ലാം പൊളിച്ചടക്കി കല്ലറകളെ വിച്ഛേദിച്ച് കല്ലറകളിൽ നിന്ന് പുറത്തു വന്ന ഏക യഹോശുവ എന്ന ഏക നാമം ഇന്നും അനേക ആളുകളിലെ ഹൃദയത്തിലും അനേക സ്ഥലങ്ങളിലും ലോകത്തിന്റെ അങ്ങേയറ്റത്തോളവും ഇന്ന് കന്നും കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന വചനങ്ങളും വചന ശുശ്രൂഷകളും അനവധിയായി പെരുകി. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പ്രത്യാശയില്ല, ഇന്ന് കഷ്ടതയാണ്, ഇന്ന് വേദനയാണ്, ഇന്ന് ദുഃഖമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ നിങ്ങൾ അനുഭവിച്ച കഷ്ടതയേക്കാൾ, നിങ്ങൾ അനുഭവിച്ച വേദനയേക്കാൾ, നിങ്ങൾ ഏറ്റ പീഡനത്തെക്കാൾ എത്രയോ മടങ്ങ് അത്യുന്നതനായ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏറ്റു. അപ്പോൾ ഈ പീഡനങ്ങളും ഈ കഷ്ടതകളും ഈ പ്രയാസങ്ങളും മുഴുവനും അറിയാത്തവനാണോ യഹോശുവ? സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഈ കഷ്ട അനുഭവ വാഴ്ച എത്ര പേർ ദൈവത്തെ എതിരേൽക്കുവാൻ തൻ്റെ ഹൃദയത്തിൽ ഒരു ഉയർപ്പ്, അത്യുന്നതനായ ദൈവം തൻ്റെ ഹൃദയത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ തൻ്റെ ഹൃദയത്തെ വിട്ടുകൊടുത്ത എത്ര പേരുണ്ട്? ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി ഞാൻ സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണോ, അതോ ഞാൻ ലോകത്തിന് വേണ്ടി സമർപ്പിച്ച് ലോകക്കാരെ പോലെ യേശുവിനെ വീണ്ടും വീണ്ടും ക്രൂശിൽ തറയ്ക്കുവാൻ, വീണ്ടും ഉയർപ്പ് ആകാംക്ഷിക്കുന്ന, വീണ്ടും പാപം ചെയ്ത് യേശുവിനെ ക്രൂശിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന വ്യക്തിയാണോ എന്ന് ചിന്തിക്കണം. റോമാ പട്ടാളക്കാരൻ വീണ്ടും വീണ്ടും കർത്താവിനെ ക്രൂശിൽ അടിച്ചു തറച്ചതുപോലെ ഞാൻ പീഡിപ്പിക്കുന്ന വ്യക്തിയാണോ, അതോ ഞാൻ മാനസാന്തരപ്പെട്ട് അത്യുന്നതനായ ദൈവത്തിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിലേക്കേറ്റ് അവന്റെ ആലയമാക്കി എൻ്റെ ആലയം മാറ്റിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇന്നും ഒഴിഞ്ഞ കല്ലറ കിടക്കുന്നത് പോലെ എൻ്റെ ഹൃദയം ഒരു ഒഴിഞ്ഞ കല്ലറയാണോ, അതോ അത്യുന്നതനായ ദൈവത്തിന്റെ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ആഴമായി കയറിയിട്ടുണ്ടോ എന്ന് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റ ഈ പീഡനം ഇന്ന് അതിനുശേഷം അനേകർ ഈ ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷികളായി, അനേകർ യേശു ക്രിസ്തുവിന് പ്രഘോഷണത്തിനായി ഇറങ്ങി, അനേകരുടെ ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തുവിനെ പങ്കുവച്ചു കൊടുത്തവർ അനേക വിശുദ്ധന്മാരുണ്ട്. അവരെല്ലാം പലരും രക്തസാക്ഷികളായി, പലരും ഇന്നും ജീവിക്കുന്നു, പലരും ഓർമ്മയായി മാറി നിൽക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ചിന്തിക്കേണ്ട ഒരു വലിയ സംഭവമുണ്ട്. ഒരു ഉയർപ്പ് വരുമ്പോൾ, ഒരു എല്ലാ വർഷവും വരുന്ന ഒരു ഉയർപ്പ് വളരെ ലാഘവത്തോടെ കണ്ട് ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു 40 ദിവസമോ സകല പാപത്തിൽ നിന്നും അല്ലെങ്കിൽ മദ്യപാനം അങ്ങനെയുള്ള പാപങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു ഈസ്റ്റർ ഉയർപ്പിന്റെ അന്ന് തൊട്ട് വളരെ മദ്യത്തിലേക്കും അല്ലെങ്കിൽ വളരെ പാപത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ വീണ്ടും വീണ്ടും ക്രിസ്തുവിനെ ക്രൂശിക്കുകയാണ്, വീണ്ടും വീണ്ടും വചനത്തിന് വിലയില്ലാതെയൊക്കെ മാറ്റുകയാണ്, വീണ്ടും ഒഴിഞ്ഞ കല്ലറ കിടക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം ഒരു ഒഴിഞ്ഞ കല്ലറയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ഇനി ഉയർക്കത്തില്ല, ഇനി മരിച്ച ഈ അധ്യായം അവസാനിപ്പിച്ചു എന്ന് കരുതിയ ശിഷ്യന്മാർ ഭയന്ന് വിറച്ച്. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. കൂടെ നിന്നവരും പറഞ്ഞു, ഞങ്ങളും പോരുന്നു മീൻ പിടിക്കാൻ. കാരണം പ്രത്യാശ നഷ്ടപ്പെട്ടു. തള്ളിപ്പറഞ്ഞ പത്രോസ് അതിദുഃഖിതമായി പീലാത്തോസിന്റെ അരമനയുടെ മുറ്റത്ത് താഴേക്കുള്ള പടിക്കെട്ടിലൂടെ നിലവിളിച്ച് ഓടുന്നു. പത്രോസ് ഒടുക്കം അവിടെയാണോ തള്ളിപ്പറഞ്ഞത്, അവിടെ യേശു ഏക ദൈവമാണ്, ഏക യഹോശുവയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ക്ലാസ്സിൽ കേൾക്കുന്ന എത്ര പേർ എത്രയോ വർഷങ്ങളായി ഇതുപോലെ കഷ്ട അനുഭവിച്ച ഹോളി വീക്ക് കടന്നു പോകുമ്പോൾ തീരുമാനമെടുത്ത എത്ര പേരുണ്ട്? ഏകരക്ഷ യേശു ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ അനുഭവിക്കുന്ന സകല കഷ്ടതകൾക്കും വേദനകൾക്കും പരിഹാരമായി ഞാൻ അനുഭവിച്ചതിനേക്കാൾ 1000 മടങ്ങ് ഞാൻ അനുഭവിച്ച അതേ കഷ്ടതകൾ യഹോശുവ അനുഭവിച്ച ഏക ദൈവമാണ് എന്ന് പറയുവാനും മനസ്സിലാക്കുവാനും എത്ര വ്യക്തികൾക്ക് ഇന്ന് ബോധ്യമുണ്ട്, മനസ്സിലാക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ പോകുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പീലാത്തോസിന്റെ അരമനയുടെ മുറ്റത്ത് വെച്ച പീഡന റോമാ പട്ടാളത്തിന്റെ അതിശക്തമായ ചാട്ടവാറടിയും പീഡനങ്ങളും പരിഹാസങ്ങളും വെക്കുമ്പോൾ അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട് സംസാരിക്കാതെ മിണ്ടാതിരിക്കുന്നത് പോലെ ഇതാ അത്യുന്നതനായ ദൈവം തന്റെ ജനത്തിന്റെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് ക്രൂശെടുത്ത് പോകുമ്പോഴും ക്രൂശിൽ തറയ്ക്കുമ്പോഴും തന്റെ ജനത്തിന് വിടുതൽ കൊടുക്കണമെന്നുള്ള ഒറ്റ പ്രഖ്യാപനം കൊണ്ട് ഇത് അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഉരുവിടാതെ സംസാരിച്ചു നിൽക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കോസിന്റെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിന്റെ 28-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വായിക്കുമ്പോൾ, ശാബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മംദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറയ്ക്കൽ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. 3-ാമത്തെ വചനം, അവന്റെ രൂപം മിന്നലിൽ ഒത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ടു പേടിച്ചു വിറച്ചു മരിച്ചവനെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണാൻ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വ്യക്തമായിട്ട് ഈ 2 സ്ത്രീകൾ, ഒന്ന് മംദലക്കാരത്തി മറിയ, ഒന്ന് അടുത്ത വചനത്തിൽ പറഞ്ഞ് യാക്കോബിന്റെ അമ്മയായ മറിയ, അവർ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അധികാലത്ത് സുഗന്ധവർഗ തൈലവുമായി സ്തോത്രം കല്ലറയ്ക്കൽ ഓടിച്ചെല്ലുകയാണ്. തന്റെ അരുമനാഥന് വേണ്ടി ഓടിച്ചെല്ലുമ്പോൾ അവർ കണ്ടത് ദൈവത്തിന്റെ ദൂതൻ അവരോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. സ്തോത്ര, ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി
അതിന്മേൽ ഇരുന്നു. അതിന്റെ രൂപം മിന്നലിന് ഒത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ സ്തോത്രം വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അത് കണ്ട് ഭയപ്പെട്ടു. എന്ന് വെച്ചാൽ റോമാ പട്ടാളത്തിന്റെ ഒരു കാവൽക്കാരനും റോമാ പട്ടാളത്തിന്റെ കാവൽ പടന്മാർക്കും അരുമത്യക്കാരന്റെ ഔസേപ്പിന്റെ കല്ലറ കല്ലുകൊണ്ട് മൂടി വെച്ച് ഈയം കൊണ്ട് സീൽ ചെയ്തതിനെ അടച്ചൊതുക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായി അത്യുന്നതനായ ദൈവം, സ്തോത്രം ഹല്ലേലൂയ, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ് കാണിച്ചു കൊടുത്തു. കല്ലറയിലേക്ക് അവൻ കിടന്നിരുന്ന സ്ഥലം നിങ്ങൾ വന്ന് കാണുവിൻ. അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിച്ചാൽ 3-ാം ദിവസം ഇത് പണിയപ്പെടും എന്ന് പറഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. പൂർത്തീകരണം വന്നു കഴിഞ്ഞു. ആമേ ഹല്ലേലൂയ. ഇനി അവലംബരെ, ഇനി സഹായമില്ലെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരെ, ഇനിയും ഞാൻ ഒറ്റപ്പെടലിന്റെ അവസ്ഥ അനുഭവിക്കുന്നു എന്ന് പറയുന്നവരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി യേശു ഉയർത്തെഴുന്നേറ്റു, എനിക്ക് വേണ്ടി യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന യഹോശുവ ഒരു പുതുക്കലാണ്. ഓരോ കഷ്ട അനുഭവ ആഴ്ച വരുമ്പോഴും ഓരോ പുതുക്കലാണ്. നിങ്ങളെ വീണ്ടെടുക്കാൻ മതിയായവൻ ഒരു കല്ലറയുടെ അകത്ത് അവസാനിച്ചിട്ടില്ല. ഇന്നും ജീവിക്കുന്ന യഹോശുവ, ഇന്നും ജീവിക്കുന്ന അത്യുന്നതനായ ദൈവം. സ്തോത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 കൂട്ടം കാര്യങ്ങൾ ഒരു ക്രിസ്ത്യാനി നീ തീരുമാനമെടുക്കണം. എന്താണ് തീരുമാനമെടുക്കേണ്ടത്? 1, നീ യഹോശുവയെ അന്വേഷിക്കണം. 2, നീ യഹോശുവയെ കണ്ടെത്തണം. അതാണ് അവർ ചെയ്തത്. അവരുടെ അകത്ത് തലേ ദിവസങ്ങൾ ആ 2 സ്ത്രീകളുടെ ഇടയിലും തലേന്നാൾ തീ കത്തിക്കൊണ്ടിരുന്നു. അവരറിഞ്ഞു, ഞങ്ങളുടെ യഹോശുവയെ, ഞങ്ങളുടെ അരുമനാഥനെ എന്ത് പറ്റി അന്വേഷിച്ച് ഓടി. നിങ്ങളും അന്വേഷിക്കണം യഹോശുവയെ. 2ാമത് കണ്ടെത്തിയവർ, സ്തോത്രം ഹല്ലേലൂയ. 3ാമത് വലിയ ഒരു ദൗത്യം അവരുടെ ഇടയിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നു. എന്താണ് ദൗത്യം? സ്തോത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിന്റെ 28-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ, എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് തന്നു. യേശു കൽപ്പിച്ചതുപോലെ 11 ശിഷ്യന്മാർ മലയിലേക്ക് പോയി. അവരുടെ നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം. കൂടെയിരുന്ന പല ശിഷ്യന്മാർ, തോമസ് ഉൾപ്പെടെ സംശയിച്ചു, ഇത് ഭൂതമാണ് എന്ന് പറഞ്ഞു. അവർ സംശയിച്ചു. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലെയും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഈ അധികാരം കിട്ടിയവൻ നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തമാണ്. സ്തോത്രം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. 1ാമത്തെ അധികാരം, നിങ്ങൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ലോകത്തിന്റെ സകല ഇടങ്ങളിൽ ചെന്ന് എന്നെ പ്രഘോഷിക്കണം. അവലംബരായിരിക്കുന്നവർ, പീഡന അനുഭവിക്കുന്നവർ, വിധവകൾ, അനാഥർ, ഇവരുടെ ഇടയിൽ ചെന്ന്, ജാതികളുടെ ഇടയിൽ ഞാൻ ഏക ദൈവമാണ്, യഹോശുവയാണ് എന്ന്, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ പ്രഘോഷിക്കണം. പുനരുത്ഥാനം പ്രഘോഷിക്കണം. സ്തോത്രം ഹല്ലേലൂയ. 2ാമത് പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും നിങ്ങൾ ശിഷ്യരാക്കണം. സകല ജാതികളെയും നിങ്ങൾ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകത്തിന്റെ അവസാനത്തോളം കൂടെയിരിക്കും. ഞാൻ മൺമറഞ്ഞു പോയിട്ടില്ല, ഞാൻ നീങ്ങിപ്പോയിട്ടില്ല, ഞാനൊരു കല്ലറയുടെ അകത്ത് ഒതുങ്ങിയിരിക്കുന്നവനല്ല. ലോകത്തിന്റെ അവസാനത്തോളം എന്നെപ്പറ്റി പ്രഘോഷിക്കുന്നവന്റെ കൂടെ ഞാനുണ്ട്. എന്നെ ചൊല്ലി കരയുന്നവന്റെ കൂടെ ഞാനുണ്ട്. എന്നെ അന്വേഷിക്കുന്നവർക്ക് ഞാൻ മുൻപേ അവരുടെ ആത്മാവിൽ ദർശിപ്പാൻ ഞാൻ പ്രാപ്തന്, കൃപ ഞാൻ അവർക്ക് കൊടുക്കും. ഇതാണ് യഹോവയുടെ വാഗ്ദാനം. ഈ ഉയർപ്പിൽ നിങ്ങൾക്ക് തരുന്ന ഒരു വാഗ്ദാനം ഇതാണ്. സ്തോത്രം ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, തീരുമാനമെടുക്കുക. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ 2 ലേഖനം 20-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ. സ്തോത്രം. പൗലോസ്ലീഹ ഒരിക്കലും കർത്താവിന്റെ കൂടെ ശുശ്രൂഷ വേല ചെയ്തല്ല. പക്ഷേ ഒരു തീ പൗലോസ്ലീഹയുടെ അകത്തുണ്ടായിരുന്നു. ദമസ്കോസിലേക്ക് പോകുമ്പോൾ പ്രത്യക്ഷപ്പെട്ട യേശു ക്രിസ്തുവിനെ പ്രഘോഷിപ്പാൻ തക്കവണ്ണം ഏക ദൈവം, ഏക യഹോശുവ, യേശു ക്രിസ്തു മാത്രമാണെന്ന് പ്രഖ്യാപിച്ച പൗലോസ്ലീഹ. സ്തോത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തീരുമാനമെടുക്കുക. ഒഴിഞ്ഞ കല്ലറയാണ്. നിങ്ങളുടെ ഹൃദയം ഒഴിഞ്ഞ ഹൃദയമാകരുത്. കല്ലറ പോലെ ഒഴിഞ്ഞ ഹൃദയമല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ ഹൃദയം അവന്റെ ആലയമാക്കി നിങ്ങൾ മാറ്റണം.
ഒന്ന് കൊരിന്ത്യർ 3:16 പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമല്ലോ, അവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നില്ലയോ. സ്തോത്രം, ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തിന്റെ ശരീരം, അത്യുന്നതനായ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് നിങ്ങൾ അവന്റെ ആലയമാക്കി മാറ്റി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രഘോഷിപ്പത്തക്കവണ്ണം ശക്തിയും ബലവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ് കേട്ട എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഒരു ഉയർപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ജനത്തിന്റെ ഇടയിൽ പുനരുത്ഥാനത്തെ പ്രഖ്യാപിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ് കേട്ട എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.